അസ്സലാമു അലൈക്കും. ഈ സ്ഥലത്തിന്റെ പേര് ഉഹദി എന്നാണ്. മദീന മുനവ്വറയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴത്തെ സ്ഥലമാണ് ഉഹദ്. വിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ യുദ്ധമാണ് ഉഹദ് യുദ്ധം. മുസ്ലിമീങ്ങൾക്ക് ആദ്യം വിജയവും രണ്ടാമത് പരാജയവും നേരിടേണ്ടി വന്ന ഒരു യുദ്ധം കൂടെയാണ് ഉഹദ് യുദ്ധം. ഈ യുദ്ധത്തിൽ വെച്ചാണ് മഹാനായ ഹംസ റളിയല്ലാഹു തആല ഷഹീദാവുന്നത്. മഹാനായ പ്രവാചകന്റെ മൂത്താപ്പയായിരുന്ന സയ്യിദ് ഷുഹദാക്കളുടെ നേതാവ് എന്നറിയപ്പെട്ടിരുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഹിന്ദിന്റെ ആജ്ഞാനുസരണം വഹിഷിയുടെ ഒളിയമ്പിലൂടെ ഷഹീദായ സ്ഥലമാണ് ഉഹദ്. ഇവിടെ വെച്ചായിരുന്നു മഹാനായ പ്രവാചകൻ ഷഹീദായി എന്നുള്ള വാർത്ത പ്രചരിച്ചത്. ഇവിടെ വെച്ച് മഹാനായ പ്രവാചകന്റെ ഒരു പല്ല് ഷഹീദാവുകയുണ്ടായി. തൊട്ടുപുറകിലായി കാണുന്നത് ജബൽ റുമാത്താണ്. ആ മലയുടെ മുകളിൽ മഹാനായ പ്രവാചക സഹാബാക്കളെ നിലനിർത്തി നിരീക്ഷിക്കാൻ വേണ്ടി നിർത്തിയിരുന്നു. പ്രവാചകന്റെ അനുവാദം കിട്ടിയതിന് ശേഷം മാത്രമേ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ പാടുള്ളൂ എന്നുള്ളതായ നിർദ്ദേശവുമായി നിർത്തിയിരുന്നത്. പക്ഷേ മുസ്ലിമീങ്ങൾ വിജയം കണ്ടപ്പോൾ, മുസ്ലിമീങ്ങൾ ശത്രുക്കളെ തുരത്തിയിട്ട് വിജയം നേടി എന്നുള്ളതായ ആ കാഴ്ച കണ്ടപ്പോൾ മലയുടെ മുകളിൽ നിന്ന് സഹാബാക്കൾ പ്രവാചകന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ യുദ്ധാർജ സ്വത്തുക്കൾ, വനീമത്ത് സ്വത്തുക്കൾ വാരിക്കൂട്ടാൻ വേണ്ടി ഇറങ്ങി വരികയുണ്ടായി. ആ സന്ദർഭത്തിൽ മലയുടെ മറുഭാഗത്ത് നിന്ന് ശത്രുക്കൾ ഇരച്ചു കയറുകയും മുസ്ലിമീങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ആദ്യം വിജയം വരിക്കാൻ സാധിച്ച, എന്നാൽ പ്രവാചകന്റെ നിർദ്ദേശം വിപരീതമായി പ്രവർത്തിച്ചപ്പോൾ പരാജയം നേരിടേണ്ടി വന്ന ഒരു യുദ്ധമാണ് ഉഹദ് യുദ്ധം. ആ യുദ്ധം നടന്ന സ്ഥലമാണ് ഇവിടെ. ഇതിന് സമീപത്തായി വിശാലമായ ഉഹദ് മല സ്ഥിതി ചെയ്യുകയാണ്. ഇതിന്റെ സമീപത്തായി ഉഹദ് മല സ്ഥിതി ചെയ്യുക. ഏറ്റവും വലിയ മലയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾക്ക് ഉഹദ് മലയോളം സമാനമായ പ്രതിഫലം കിട്ടുമെന്ന് മഹാനായ പ്രവാചകൻ സൂചിപ്പിച്ചിട്ടുള്ള ഉഹദ് മലയാണിത്. ഏറ്റവും ചരിത്രത്തിൽ, ഇസ്ലാം ചരിത്രത്തില് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു മലയാണിത് എന്നും സ്വർഗത്തിലെ മലയാണെന്നും പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, പ്രവാചകന്റെ പല്ല് യുദ്ധത്തിൽ ഷഹീദായപ്പോൾ പ്രവാചകന് സുരക്ഷിതമായ സഹാബാക്കൾ രക്ഷാകവചം തീർത്തു കൊണ്ടുപോയി സുരക്ഷിതമായിരുത്തിയ ഇടവും ഈ മലയുടെ താഴ്ഭാഗത്തുള്ള ഈ കെട്ടിടങ്ങളുടെ പുറകിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കസേര പോലെയുള്ളതായ ഗുഹ പോലെയുള്ള സ്ഥലത്തായിരുന്നു കൊണ്ടിരുത്തിയിരുന്നത്. മൂത്താപ്പ ഹംസ റളിയല്ലാഹു തആല അൻഹു ഷഹീദായതും ഇവിടെയാണ് കബറടക്കം ചെയ്യപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ ആ കബറടം സന്ദർശിക്കാം. ജബൽ റുമാത്ത് അല്ലേ? ജബൽ റുമാത്ത്. ഉഹദ് മല ഈ കാണുന്നത് ഉഹദ്, ചുറ്റി കാണുന്നത് ഇത് റുമാത്ത്, ജബൽ റുമാത്ത്. അവിടെയാണ് ഖബർ വരുന്നത്. ആൾക്കാർ നിൽക്കുന്നത് ഹംസ റളിയല്ലാഹു ഹംസ വന്നിരിക്കുന്ന സ്ഥലം ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഇരിക്കില്ല. പക്ഷെ കൂബ അടുത്താ പോയിരിക്കുന്നത്. പള്ളി ഉണ്ടല്ലോ, ആദ്യമായിട്ട് വെച്ച പള്ളിയാണ്. പിന്നെ ഈ മലയ്ക്ക് എന്താ പ്രാധാന്യം? സഹാബകൾ നിൽക്കാൻ പറഞ്ഞിരുന്നു, നിരീക്ഷിക്കാൻ. എല്ലാം കച്ചവടക്കാരെ കച്ചവടം കൊണ്ടാണ് ഇതിലിപ്പോ കടയാക്കി കൊടുത്തു. വലതിയോ ഏത് പള്ളിയിൽ പോയാലും, മറ്റേ പള്ളിയിൽ പോയാലും അവിടെ കാണാം. ഇവിടെ വന്ന ചെറുകിട കച്ചവടക്കാരെല്ലാം ഉണ്ട്. ഈത്തപ്പഴം, തസ്ബി, മുസല്ല, അത്തർ, മൈലാഞ്ചി വരെ ഉണ്ട്. شكرا جزاك الله. شكرا. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ അടക്കിയിരിക്കുന്നത്. ഹംസ റളിയല്ലാഹു തആല ഷഹാദത്ത് വരിച്ചപ്പോൾ, രക്തസാക്ഷിയായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ കരയുകയും വേദനിപ്പിക്കുകയും ചെയ്തു പ്രവാചകനെ. കാരണം പ്രവാചകൻ എപ്പോൾ സംരക്ഷകനായിരുന്ന, എപ്പോഴും ആശ്രയമായിരുന്ന ഒരു സഹാബിയായിരുന്നു, മൂത്താപ്പയായിരുന്നു ഹംസ റളിയല്ലാഹു തആല അൻഹു. ശുഹദാക്കളുടെ രക്തസാക്ഷി നേതാവ് എന്ന് പറയുന്നത് പ്രവാചകൻ വല്ലാതെ വിലപിച്ചു പോയ മരണവാർത്ത കേട്ടപ്പോൾ ഹിന്ദി എന്ന് പറയുന്ന പെണ്ണിന്റെ അടിമയായിരുന്ന വഹശി
അടിമത്തത്തിൽ നിന്ന് മോചനം വാഗ്ദാനം ചെയ്തു. ഹംസയെ കൊന്നാൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ആ മോചനം ആഗ്രഹിച്ചുകൊണ്ട് വഹ്ഷി ഒളിഞ്ഞിരുന്ന് മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കുകയായിരുന്നു. വധിച്ചതിന് ശേഷം ഹിന്ദ് ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് കരള് പുറത്തേക്ക് വലിച്ചത് ചവച്ചു തുപ്പി തലയോട്ടിയിൽ കള്ളൊഴിച്ചു കുടിച്ച് ആനന്ദ നൃത്തം ചവിട്ടി. അങ്ങനെ വധിച്ചതിന് ശേഷം വികൃതമാക്കി മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ. ആ മഹാനുഭാവൻ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന സുന്ദരമായ ഖബർസ്ഥാനാണ് ഉഹദിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഖബർസ്ഥാൻ. അവിടെ പോയി ദുആ ചെയ്യാം. ഈ താബൂക്ക് കൊണ്ട് ചുറ്റിയിരിക്കുന്നതാണ്. രണ്ട് ഖബറുണ്ട് അവിടെ. സുബൈർ അവ്വാം റളിയല്ലാഹു തആല ഖബർ അവിടെയാണ്. ഹംസ റളിയല്ലാഹു അത് ഈ കെട്ടിനപ്പുറത്തെ മല കാണുന്നില്ലേ, ആ മലയുടെ കെട്ടിടങ്ങളുടെ പുറകില് താഴ്ന്ന പ്രദേശമുണ്ട്. അവിടെ അവിടെ കയറിപ്പോൻ പറ്റില്ല. അപ്പൊ അവിടെ നിന്ന് മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ അദ്ദേഹത്തോട് നിനക്കുള്ള ഇഷ്ടത്തിന്റെ പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ അല്ലാഹുവേ അദ്ദേഹത്തിന് ദറജകൾ നീ ഉയർത്തി കൊടുക്കണം തമ്പുരാനെ. അദ്ദേഹത്തിന്റെ ആഖിറം നീ ധന്യമാക്കണം പടച്ചവനെ. ആ മഹാനുഭാവന്റെ മഹത്വം അല്ലാഹുവേ നീ ഉയർത്തണം തമ്പുരാനെ. ആ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണം അല്ലാഹ്. ആവശ്യങ്ങൾ നിറവേറ്റണം തമ്പുരാനെ. പ്രശ്നങ്ങൾക്കെല്ലാം നീ ശാശ്വതമായ ഖൈറായ പരിഹാരം നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ആവശ്യവും നിറവേറ്റി തരണം തമ്പുരാനെ. ഈ മഹാന്മാർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് പുണ്യവാന്മാരാകാൻ, നിന്റെ ഇഷ്ടക്കാരായി മാറാൻ നീ ഭാഗ്യം നൽകണം പടച്ചവനെ. അള്ളാഹു ഇസ്സത്തോടെ ജീവിപ്പിക്കണം അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതം ദീനിനു വേണ്ടി സമർപ്പിക്കാൻ നീ ഭാഗ്യം നൽകണം പടച്ചവനെ. ഈ മഹാരഥന്മാർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവെ നിന്റെ അടുപ്പക്കാരായി മാറി നിന്റെ പ്രീതി നേടുന്ന, നിന്റെ ഹബീബിന്റെ ഇഷ്ടം നേടുന്ന യഥാർത്ഥ വിശ്വാസികൾപ്പെടുത്തി അനുഗ്രഹിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യ മക്കളെ, മാതാപിതാക്കളെ നീ കബൂലാക്കണം പടച്ചവനെ. സ്നേഹിതന്മാരെ, സഹപ്രവർത്തകരെ നീ കബൂലാക്കണം പടച്ചവനെ. ഞങ്ങളുടെ സഹായികളെ, സ്നേഹിതന്മാരെ, ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ സഹായികളെ നീ അനുഗ്രഹിക്കണം പടച്ചവനെ. അല്ലാഹു തവ്വാബുർ റഹീം. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ അതെ, എടുത്തോളൂ, എടുക്കി. ഈ ആൾക്കാർ കയറി നിൽക്കുന്ന ഈ മലയുടെ പേര് ജബൽ റുമാത്തി എന്നാണ്. സഹാബാക്കളെ ശത്രുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടി യുദ്ധവേളയിൽ പ്രവാചകൻ നിർത്തിയിരുന്ന മലയാണ്. ഈ മലയിൽ നിന്നുകൊണ്ട് മറുഭാഗത്തേക്ക് നോക്കിയാൽ ശത്രുക്കൾ വരുന്ന കാണാൻ പറ്റുമായിരുന്നു. ഒരുപക്ഷെ ഈ മലയുടെ മറുഭാഗത്ത് ശത്രുക്കൾ ആക്രമിക്കുമോ എന്നുള്ളതായ ആ ഒരു ഊഹത്തിന്റെ പേരിലെ പ്രവാചക സഹാബാക്കളെ തന്റെ അനുമതി കിട്ടുന്നതുവരെ ഇറങ്ങി വരാൻ പാടില്ല നിർദ്ദേശിച്ചുകൊണ്ട് നിർത്തുകയുണ്ടായി. ഈ ഉഹദ് യുദ്ധം നടക്കുന്ന വേളയിൽ മുസ്ലിം വിജയം കൈവരിച്ചു എന്നറിഞ്ഞപ്പോൾ ഒനീമത്ത് സ്വത്തുക്കൾ സഹാബാക്കൾ വാരിക്കൂട്ടുന്നത് കണ്ടപ്പോൾ പ്രവാചകന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ഈ മലയുടെ മുകളിൽ നിർത്തിയിരുന്നതായ സഹാബാക്കൾ ഓടി വരികയും ആ സന്ദർഭം നോക്കിയിട്ട് ശത്രുക്കൾ മറുവശത്ത് നിന്ന് വന്ന് മുസ്ലിമീങ്ങളെ ആക്രമിച്ചു, മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്തി. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ഉഹദ് യുദ്ധത്തിൽ പരാജയപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത്. എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് നേതൃത്വത്തെ അംഗീകരിക്കുക എന്നുള്ളത് ഏതൊരു കാര്യത്തിന്, ഏതൊരു മേഖലയിലും നിർബന്ധമായ ഒരു ബാധ്യതയാണ്. ഇല്ലായെങ്കിൽ പരാജയം നേരിടുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഉഹദിൽ മുസ്ലിമീങ്ങൾ നേരിടേണ്ടി വന്ന പരാജയം എന്നുള്ള ഗുണപാഠമാണ് ഉഹദ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓൾക്കെ ഗൈസ്, വീഡിയോ തീർന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ എൻജോയ് ചെയ്തെങ്കിൽ ഫുള്ള് വീഡിയോ കാണണം. പിന്നെ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ എവരി വൺ.